അപ്പോൾ ഇന്ന് ഒരു റേഷൻ അരി കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലക്കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം, ഏലക്കായ, കരയാമ്പൂവ്, കറുവപ്പട്ട, തക്കോലം, ഏലക്കായ, പിന്നെ അതുപോലെ ബേ ലീവ്സ്, ഒരു കഷ്ണം ജാതിപത്രിയുടെ. പിന്നെ ഈ അരി എന്ന് പറയുന്നത് ഞാൻ തിളപ്പിച്ച വെള്ളം ഇത് ഒരു 10 മിനിറ്റ് ഒഴിച്ച് വെച്ച് വീണ്ടും വൃത്തിയായി കഴുകിയെടുത്ത അരിയാണ്. 4 ഗ്ലാസ് അരിയുണ്ട്. അത് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഇടണ്ട, നമുക്കത് എന്തായാലും വാർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അതൊക്കെ ചേർക്കാം. ഇപ്പോൾ അത് അരി അങ്ങനെ ഉടയണ അരിയൊന്നുമല്ല, നല്ല രസമായിട്ട് ഇത് നമ്മുടെ സാധാ ബിരിയാണി ഉണ്ടാക്കണ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അത് വേവിക്കാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂണ് നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ വെജിറ്റബിൾസാണ് ഉള്ളത്. അപ്പോൾ പലതരം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സബോളകളാണ്, 2 സബോള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതൊന്നായിട്ട് മതി. അപ്പോൾ ഇത് നെയ്യിൽ കിടന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഓൾറെഡി നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടുള്ള കാരണം നോക്കി ഉപ്പിട്ടാൽ മതി. കുറച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആയി വന്നിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴേക്കും ആയി കിട്ടും. വല്ലാണ്ട് ഉടഞ്ഞ് പോരുത് കേട്ടോ, ഉടയ്ക്കാതെ എടുക്കണം. അപ്പോൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്, പാകത്തിന് കിട്ടിയിട്ടുണ്ട്, ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് അതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ വിചാരിക്കും റേഷൻ അരി അല്ലെന്ന്, അതൊന്നും കാര്യമില്ല. നല്ല ബിരിയാണിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ക്യാബേജ് ബീൻസൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചോറ് ആയി വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് പാകമാണ്. ഇപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് വാർത്തെടുക്കാം. അപ്പോൾ വേറൊരു ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്തെടുക്കാനാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പായി വന്നിട്ട് നമുക്ക് ഇനി കിസ്മസ് ഇട്ട് കൊടുക്കാം. അത് വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. എന്നാലും ഇതൊക്കെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ചോറ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നെയ്യ് നല്ലോണം ഉണ്ട് കേട്ടോ. ഇനി വേറെ നെയ്യൊന്നും ചേർക്കണമെന്നില്ല. നല്ല നെയ്യാണ്. അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്. ഞാൻ ആ ചോറിൽ നെയ്യ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ക്രിസ്മസൊക്കെ വറുക്കാൻ ഉപയോഗിച്ച നെയ്യ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ആവശ്യത്തിന് നെയ്യായി. ഇനി നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചോറ് മറ്റൊന്നും ഉടഞ്ഞു പോവാതെ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഇട്ട് കൊടുത്ത്
ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ബിരിയാണി ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നെയ്യുണ്ട്. ഇനിയിപ്പോൾ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇതൊക്കെ ചേർക്കാം കേട്ടോ. ബീൻസ്, പിന്നെ അതുപോലെ ഏതെങ്കിലും വേറെ അല്ല ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഉള്ളിയുടെ തണ്ട അങ്ങനെയൊക്കെ ചേർക്കാം. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ടേസ്റ്റിയായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിന് ഞാൻ കൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് മീൻ വറുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ